എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലെ തന്നെ എറണാകുളം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന മൂവാറ്റുപുഴ പോലെയുള്ള പിറവം പോലെയുള്ള മേഖലകളിലെല്ലാം കോതമംഗലം പോലെയുള്ള മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴയാണ് ഇപ്പോഴും നിർത്താതെ തുടരുന്നത്. ജില്ലയിൽ ആദ്യഘട്ടത്തിൽ റെഡ് അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ നിലവിൽ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നതാണ്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള പ്രവേശനം നിലവിൽ നിരോധിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മലയോര മേഖലകളിൽ പലയിടങ്ങളിലും പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളത്തിലായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. നിർത്താതെ മണിക്കൂറുകളോളം മഴ പെയ്തതാണ് കൃഷിനാശത്തിനും മറ്റും കാരണമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇനി എറണാകുളം നഗരത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാലും അതിശക്തമായ മഴ തന്നെയാണ് എറണാകുളം നഗരത്തിൽ ലഭിക്കുന്നത്. എറണാകുളം നഗരത്തിലെ പല ഇടറോഡുകളും വെള്ളത്തിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട റോഡുകളിലും വെള്ളക്കയറ്റം ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ മഴ പെയ്യുമ്പോൾ എറണാകുളം ജില്ലയിലെ പല കടലോര മേഖലകളിലും അതിരൂക്ഷമായ കടലേറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും വൈപ്പിൻ പോലെയുള്ള ചെറായി പോലെയുള്ള മേഖലകളിലെല്ലാം തന്നെ കഴിഞ്ഞ മഴക്കാലത്തെല്ലാം തന്നെ കടലേറ്റം രൂക്ഷമായിരുന്നു. ആ നിലയിലുള്ള കടലേറ്റ സാധ്യതകൾ എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളിലും നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചും അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന മണിക്കൂറുകളിൽ 50 കിലോമീറ്റർ വേഗതയിൽ അതിശക്തമായ കാറ്റ് വീശുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും നിലവിൽ എറണാകുളം ജില്ലയിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും മഴ അതിരൂക്ഷമായി തന്നെ തുടരുന്നതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ സംബന്ധിച്ചുള്ള പ്രതിരോധ നടപടികൾ, മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കലും മറ്റുമെല്ലാം ജില്ലാ ഭരണകൂടം അതിവേഗത്തിൽ നടപ്പിലാക്കി വരികയാണ്. നിലവിൽ ഏതായാലും ജില്ലയിൽ മഴ കനത്ത നിലയിൽ തന്നെ പെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.